കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഏതാനും മെമ്പർമാരുടെ ആദരവ് പോലീസ് അകമ്പടിയോടെ 34 വർഷവും 5 മാസത്തെയും സേവനത്തിന് ശേഷം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോൺ സുദീർഘമായ സേവനത്തിന് ശേഷം 2025 മെയ് 31 പടിയിറങ്ങുകയാണ്. ഈ അവസരത്തിലാണ് 6ാം വാർഡ് മെമ്പർ PM അലീം, 11ാം വാർഡ് മെമ്പർ ഉഷ രാജശേഖരനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജിയും സ്നേഹാദരവ് നൽകിയത് പോലീസ് സംരക്ഷണയിലാണ്. അഭിപ്രായ ഭിന്നതയാണ് മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കാത്തത്. ഞങ്ങള് 5 വർഷം ഇവിടെ നല്ല സേവനം പൂർത്തിയാക്കിയ സെക്രട്ടറിക്ക് സന്തോഷകരമായ ഒരു യാത്രയപ്പ് നൽകുകയാണ്. ഈ ഭരണസമിതി വന്ന ഏതാണ്ട് ഒരു 4 വർഷം തികയാണ്. അപ്പൊ ഞങ്ങള് ഏറ്റെടുക്കുന്ന സമയത്ത് അന്നോട്ട് ഷേർലി എന്ന് പറയുന്ന സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ നാനാമുഖമായ വികസനത്തിനും പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപദേശം തരികയും പല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സെക്രട്ടറി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ UDF വന്ന ഭിന്നത കൊണ്ട് പല വിഷയങ്ങളായി തമ്മിൽ ചേരിയിരുന്ന് അടിക്കുകയും പല വിഷയങ്ങൾ ഉണ്ടാക്കുകയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിലേക്ക് ഇത്ര സംവിധാനം എത്തിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന എനിക്കും ഉഷമെമ്പറും ബ്ലോക്ക് മെമ്പറും എന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് കറിയ LP സ്കൂളിലേക്ക് ഒരു 24 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി ആ സ്കൂൾ നല്ല മെച്ചാക്കാൻ ഉഷമെമ്പറുണ്ട്. ഉഷമെമ്പർ അതിനെപ്പറ്റി പറയും. എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വിഷയങ്ങൾ എന്നായത് ഇതുണ്ടാകുമ്പോൾ ഭരണ മുരടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തമ്മിൽ തല്ലുകയും പഞ്ചായത്ത് ഹാളിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ തമ്മിൽ ഗ്ലാസുകൾ എറിയുകയും പരസ്പരം തെറി വിളിക്കുകയും ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു വെറ്ററിനറി ഡോക്ടർ നല്ലൊരു മനുഷ്യരായിരുന്നു. അദ്ദേഹം ഗസറ്റഡ് ഓഫീസറാണ്. അയാൾ അസഭ്യം പറഞ്ഞ് അയാളെ മാനസികമായി പീഡിപ്പിച്ച് ഇവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്തുവിടുകയും അതുകൂടെ ഒരു കൃഷി ഓഫീസർ റഷീദ മേഡം എന്നാണ് എന്നെ വിളിച്ച് പല പരാതി പറഞ്ഞു. അതിനു മുമ്പ് സീന എന്ന് പറഞ്ഞ അവരെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വികസന മുരടിപ്പ് നടന്നുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളോളം സത്യത്തിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സംഭവം കഴിഞ്ഞു. ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൂടെ DPCക്ക് വിട്ടുവിടുന്ന പഞ്ചായത്തിൽ ഫണ്ട് അനുവദിച്ച് ഇതിന്റെ വികസനം നടത്തുന്ന കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റും ഒരു വിഭാഗം മെമ്പർമാരും ചേരി തിരിഞ്ഞുകൊണ്ട് ഇന്നിപ്പോ ഈ പോലീസ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഉദ്യോഗസ്ഥ ഒരു 5 വർഷം അവരുടെ സേവനം അനുസരിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ പിരിഞ്ഞു വരേണ്ട ഒരു സംഭവത്തിലേക്ക് 100 കണക്കിന് പോലീസിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ കോപ്രായം കാണിക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ DSPക്ക് പരാതി കൊടുക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ചു ചെയ്യുന്നാലാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളായിരുന്നു. ഇപ്പൊ ചീഫ് സെക്രട്ടറി അടയ്ക്കാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? അപ്പൊ ഇതിന്റെ എല്ലാ നൂലാമാലകൾക്കും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയങ്ങളെല്ലാം ടേക്ക് എ ബ്രേക്ക് ആണെങ്കിലും ഇപ്പൊ MCF ഇവിടെ പണിയുന്നുണ്ട്. ഇതിന്റെ കാര്യത്തിലൊക്കെ സെക്രട്ടറി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്ത കഴിവ് പ്രത്യേകതയാണ്. അതിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശദമായ ഒരു പത്രസമ്മേളനം അടുത്ത ദിവസം നിങ്ങൾ വിളിച്ച് നടത്തുന്നുണ്ട്. ഈ വൈകിയ വേളയിൽ ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഈ പഞ്ചായത്തിലെ 13 വാർഡിൽ നടക്കുമ്പോഴും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഒരു അഴിമതി ഇല്ലാത്ത ഒരു സംഭവം പറയൽ എനിക്ക് അതിൽ അഭിമാനമുണ്ട്. ബാക്കി കാര്യങ്ങൾ ബ്ലോക്ക് മെമ്പറും ഉഷ മെമ്പറും പറയും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 4.5 വർഷക്കാലമായിട്ട് സെക്രട്ടറിയായിട്ട് ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ നാടിൽ എൻ്റെ ഡിവിഷനിലേക്ക് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് സംശയമുള്ളതും അല്ലാത്തതും എല്ലാ കാര്യങ്ങളും ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കാറുണ്ട്. മറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ എനിക്ക് നടത്തി തരാറുണ്ട്. അതിനെനിക്ക് വളരെ സന്തോഷം. ഇന്നത്തെ ഈ ദിവസം ഈ രീതിയിലായിരുന്നില്ല ഒരു സെൻഡ് ഓഫ് നൽകേണ്ടിയിരുന്നാണ് എൻ്റെ പൊതു അഭിപ്രായം. നമ്മൾ എന്നിരുന്നാലും ഇത് ഭംഗിയായിട്ട് ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെടെ സന്തോഷകരമായി ഈ ഒരു പരിപാടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും സെക്രട്ടറിക്ക് നല്ലൊരു തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സെക്രട്ടറി 35 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം അതിൽ 6 വർഷക്കാലം നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിൽ തന്നെയായിരുന്നു. എൻ്റെ കഴിഞ്ഞ ഭരണകാല സമയത്താണ് സെക്രട്ടറി ഇവിടെ സെക്രട്ടറിയായിട്ട് വരുന്നത്. ഷേർലി ജോൺ എന്ന സെക്രട്ടറിയാണ് ഇവിടെ വരുന്നതെന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു. നല്ലൊരു സെക്രട്ടറിയാണ്. നിങ്ങൾക്കുടെ എല്ലാവിധ പുരോഗതിയിലും അദ്ദേഹം നിങ്ങളെ സഹായിക്കും. എല്ലാം നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്ന് പൊതുവെ പുറത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾ അന്നത്തെ ഭരണസമിതി വളരെയേറെ സന്തോഷിച്ചു. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ 3 സ്കൂളുകളുണ്ട്. സ്കൂളുകളിലേക്കുമുള്ള ഫണ്ടുകൾ വയ്ക്കുകയും അവിടെ എല്ലാവിധ പണികളും നടത്തി ഒരു പ്രൈവറ്റ് സ്കൂളിനേക്കാൾ നല്ല രീതിയിലാക്കി നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ.
അതോടൊപ്പം നമുക്ക് MCF, പഞ്ചായത്തിന് ഒരു MCF ഇല്ല. അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നല്ലൊരു MCF പണിയുന്നതിനായിട്ട് നമുക്ക് MVIPയുടെ സ്ഥലം വിട്ടുകിട്ടില്ലായിരുന്നു. ആ MCFന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നമുക്കൊരു 8 സെന്റ് സ്ഥലം MCFന്റെ വിട്ടുകിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി അതിന്റെ പുറകെ അക്ഷീണ യത്നം നടത്തിയ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു, എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കാരണം സെക്രട്ടറിയുടെ ഒറ്റയാളുടെ കഴിവുകൊണ്ട് മാത്രമാണ് നമുക്ക് MCFന്റെ 8 സെന്റ് സ്ഥലം കിട്ടിയത്. പ്രവർത്തന മേഖലകളിൽ മനുഷ്യ സഹജമായി പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒരുവന്റെ വിരമിക്കൽ ചടങ്ങിൽ വിട്ടുനിൽക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരും തലമുറയ്ക്ക് മാതൃക ആകേണ്ടവരല്ലോ ജനപ്രതിനിധികൾ. ന്യൂസ് ഡെസ്ക്, കുമാരമംഗലം.